വാഹനാപകടത്തിൻ്റെ ഫോളോ അപ്പാണ്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരടക്കമുള്ള 9 പേരുടെ ദാരുണാന്ത്യം അതീവ ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമാണ്. നമ്മെ വിട്ടുപിരിഞ്ഞവർക്ക് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അധ്യയനത്തിലും കുട്ടികളുടെ എണ്ണത്തിലും ഏറെ പുറകിൽ നിന്ന ഈ സ്കൂളിനെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് ഈ അധ്യാപകർ. ആ സേവനം വിസ്മരിക്കാനാവില്ല. GLPS പാങ്ങിലെ ഹെഡ് മിസ്ട്രസ് അജിത, അധ്യാപകരായ മജീദ്, ആശ, റംല, സുഹറ, പാചകത്തൊഴിലാളി സാജിദ, GUPS പാങ്ങിലെ അധ്യാപികയായ ഷക്കീല, മജീദിൻ്റെ ഭാര്യ റുഖിയ, സൂറയുടെ മകൻ ഹിഷോം എന്നിവരാണ് ഈ അപകടത്തിൽ നമ്മോട് വിട പറഞ്ഞത്. ഈ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള എല്ലാവിധ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കും. വേനൽ അവധിക്കാലമാണെങ്കിലും സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിനായി ചില അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താൽക്കാലിക ചുമതല GUPS പാങ്ങിലെ പ്രധാന അധ്യാപകൻ ശ്രീ അഹമ്മദ് കുട്ടിക്ക് GLPSന്റെ താൽക്കാലിക ചുമതല കൂടി നൽകും. അധ്യാപക നിയമനം. ആവശ്യമായ അധ്യാപകരെ അടിയന്തരമായി താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർവീസിലുള്ള അധ്യാപകരെ ഈ സ്കൂളിൽ താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കും. മലപ്പുറം DDയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം DEO ശ്രീമതി സുനതയ്ക്കായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്വം. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ശ്രീ സന്തോഷ് ഇതിന്റെ മേൽനോട്ടം വഹിക്കും. കൗൺസിലിംഗ് സംവിധാനം. ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുവാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസർ ശ്രീ ഗോപകുമാറിനായിരിക്കും കൗൺസിലിംഗ് സംവിധാനം ഒരുക്കുന്നതിന്റെ ചുമതല. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആകുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കും. ഈ വിഷമഘട്ടത്തിൽ വിദ്യാലയത്തിനും കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ പൂർണ്ണമായി നിലകൊള്ളും. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച അന്ന് സമർപ്പിക്കുന്നതാണ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി NCR മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നേരിടുന്ന ഞെട്ടിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ കേരളത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. CPIM ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അവിടെ തൊഴിലാളികൾ മാന്യമായ കൂലിക്കോ മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾക്കോ വേണ്ടിയല്ല സമരം ചെയ്യുന്നത്, മറിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. പണപ്പെരുപ്പവും പാചകവാതക ക്ഷാമവും കാരണം സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമായിരിക്കുന്നു. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും നിലവിലുള്ള തുച്ഛമായ മിനിമം വേതനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാനാവില്ല. അതുകൊണ്ടാണ് ഡൽഹി NCR മേഖലയിലെ മിനിമം കൂലി പ്രതിമാസം
26,000 രൂപയായി അംഗീകരിക്കണമെന്ന് അവിടുത്തെ യൂണിയൻകാർ ആവശ്യപ്പെടുന്നത്. 85 തൊഴിൽ മേഖലയിൽ മിനിമം വേതനം നടപ്പാക്കിയ കേരള മാതൃക കേന്ദ്ര സർക്കാരിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും മുന്നിലുണ്ട്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം ഉത്തർപ്രദേശ്, ഹരിയാന സർക്കാരുകൾ ക്രൂരമായ പോലീസ് അടിച്ചമർത്തലിലൂടെ അവരെ നേരിടുന്നു എന്നതാണ്. ഗർഭിണികളായ സ്ത്രീകളെ പോലും ക്രൂരമായി മർദ്ദിക്കുകയാണ്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ക്രമസമാധാന പ്രശ്നമാക്കി കണ്ട് തൊഴിലാളി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുന്ന രീതി അംഗീകരിക്കാനാവില്ല. നോയിഡ സന്ദർശിച്ച എംപിമാരടങ്ങുന്ന പ്രതിനിധി സംഘത്തെ കാണാൻ പോലും അവിടുത്തെ ഭരണകൂടം തയ്യാറായില്ല എന്നത് അഹങ്കാരമാണ്. അത്തരം അഹങ്കാരങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സ്ത്രീ സംവരണവുമായി നടന്ന വോട്ടെടുപ്പിൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അടിയന്തരമായ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. അറസ്റ്റ് ചെയ്ത തൊഴിലാളികളെ മോചിപ്പിക്കണം. കുടിയേറ്റ തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭ്യമാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമായി മുന്നോട്ട് പോകുന്ന നിലപാടുകൾക്കെതിരായുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിന്റെ പൂർണ്ണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ അതീവ പരിതാപകരമാണ്. മാറാത്തത് മാറുമെന്ന ക്യാപ്ഷനുമായാണ് BJPയുടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ അധികാരം കിട്ടിയതിനു ശേഷം അവരുടെ പ്രവർത്തനം കാണുമ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ നാറാത്തത് നാറും BJP വന്നാൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ തലസ്ഥാന നഗരി ഇത്തരമൊരു മാലിന്യ പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനം പാളിയതോടെ നഗരത്തിൽ തെരുവുനായ ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തത് കാരണം വേനൽക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് മഴക്കാലമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വെറുതെ പേരിന് നടത്തിയാൽ പോരാ, അത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടപ്പിലാക്കണം. അതുപോലെ നഗരത്തിലെ തെരുവുവിളക്കുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്തിനും ഏതിനും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല. നഗരസഭ ഭരണസമിതി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറാവണം. അടിയന്തരമായ ഒരു സർവകക്ഷി യോഗവും കൌൺസിൽ യോഗവും വിളിച്ചു ചേർത്ത് ഈ പ്രശ്നത്തിന് ചർച്ച ചെയ്ത് പരിഹാരം കാണണം. 40 ദിവസത്തിനകം വികസന ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നൊക്കെ വലിയ അവകാശങ്ങൾ കേട്ടിരുന്നു. എന്നാൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ ദുസ്സഹമാക്കരുത്. ഭരണസമിതി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രയാണ് പറയാനുള്ളത്. തിരുവനന്തപുരം നഗരസഭയിൽ മേയറടക്കമുള്ളവർ കുടിവെള്ളം മുടങ്ങുന്നത്, വൈദ്യുത ലൈറ്റ് കത്താത്തത്, ഇതെല്ലാം സർക്കാരും ഇടത് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന സിദ്ധാന്തമാണ് അവർ അധികാരത്തിലേറിയ ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർമാരുടെ മാർച്ച് അവർ തന്നെ പ്രതിഷേധിക്കുകയാണ്. അപ്പൊ അതിന് എന്താണ് ചെയ്യാൻ കഴിയുക? മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരം ചില ഉത്തരവാദിത്വങ്ങൾ നിക്ഷിപ്തമാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ ഭരണാധികാരികൾക്ക്. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണല്ലോ. അത് ലംഘിച്ചാൽ, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാവാതിരുന്നാൽ അതിന് ഇടപെടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഗവൺമെന്റുകൾക്കുണ്ടല്ലോ. ഗവൺമെന്റിനുണ്ട്, കോടതിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പ്രഖ്യാപനം മാത്രമാണ് നടത്തുന്നത്. കുറ്റം പറയുന്നതിന് വേണ്ടി ഒരു ഭരണസമിതി ആവശ്യമില്ലല്ലോ. കുറ്റം പറയാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് ഈ 40 ദിവസത്തിനകം ബ്ലൂ പ്രിന്റ് ഹാജരാക്കുമെന്ന് പറഞ്ഞു? എവിടെ ഹാജരാക്കി? പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് പ്രഖ്യാപിക്കുമെന്ന് പറയും. എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അധികാരം എന്നാണ് ചോദിക്കുന്നത്. ഈ സിറ്റി മുഴുവൻ നിന്ന് ഗാർബേജ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. എല്ലാ പത്രങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത് കൊടുത്തിട്ടുണ്ട്. അതിന് പരിഹാരം അല്ലേ ചെയ്യേണ്ടത്? അതുപോലെ
ഈ ഉഷ്ണകാലഘട്ടത്തിൽ കോർപ്പറേഷൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ മേയറായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം അടക്കം പബ്ലിക് പ്ലേസുകളിൽ വയ്ക്കേണ്ടതാണ് ആൾക്കാർക്ക് കുടിക്കുന്നതിന് വേണ്ടി. കാരണം ഒരു കടയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുക്കില്ല. അപ്പോൾ കുടിവെള്ളം അടക്കം പബ്ലിക് പ്ലേസിൽ വെക്കേണ്ടതാണ്. ഞാൻ മേയറായിരുന്നു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോഴത്തെ മഴക്കാലം വരാൻ വേണ്ടി പോകും. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൗൺസിലിൽ പ്രാതിനിധ്യമുള്ള എല്ലാവരുടെയും അറിവോട് കൂടിയല്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം രാഷ്ട്രീയം കാണാതെ ഐക്യത്തോടുകൂടി പോകണ്ടേ? അപ്പം എല്ലാത്തിനും കുറ്റം പറയുന്നതിന് വേണ്ടി ഒരു സമിതിയുടെ ആവശ്യമൊന്നുമില്ല. സർക്കാർ പ്രതികാര ഉച്ചയോടുകൂടെ പെരുമാറുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുണ്ടോ? സർക്കാർ എന്തിനാ ഈ കോർപ്പറേഷനോട് പ്രതികാര ബുദ്ധിയായിട്ട് പെരുമാറുന്നത്? സർക്കാരിന് അതിൻ്റെ ആവശ്യം എന്താ? എന്ത് പ്രതികാര ബുദ്ധി? ലൈറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന്, ക്ലീനിങ്ങിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന്, പിന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം അത്തരം കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന്. എല്ലാ ദിവസവും പിന്നെ കോർപ്പറേഷൻ ഭാരവാഹികൾ ഗവൺമെന്റിനെതിരെ രണ്ട് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം. ഇതൊരു സിസ്റ്റം ഉണ്ടായിരുന്നതാണ്. ഈ മാലിന്യ സംസ്കരണത്തിനൊക്കെ ഒരു തുടർന്ന് വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പൊളിച്ചെഴുതാൻ തീരുമാനിച്ചതാണോ അതോ കെടുകാര്യസ്ഥതയാണോ? എന്താണ് ഇതിന് കാരണം? ഇതിനൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് ശ്രദ്ധാപൂർവം ഈ സിസ്റ്റത്തിന്റെ പുറകെ, ഈ സംവിധാനത്തിന്റെ പുറകെ നിന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വാഹനങ്ങളുണ്ട്, അധികാര മേയർക്കുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അത് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണല്ലോ നമുക്കുണ്ട്. ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അതിൻ്റെ പേര് നടപടിയെടുക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ഞങ്ങളെല്ലാം അത് ചെയ്തിട്ടുള്ളവരാണല്ലോ. അപ്പം നമ്മളെപ്പോലെ എന്നെപ്പോലെ അനുഭവസമ്പത്തായിട്ടുള്ള കോർപ്പറേഷൻ്റെ ഭരണത്തിലുള്ള ആൾക്കാർ പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് മേയർ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ കാര്യവും നോക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ വന്ന് അറിഞ്ഞിരിക്കണ്ടേ അദ്ദേഹം? സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് വന്നാൽ ഈ കോൺഗ്രസിൽ ഭയങ്കര അടി നടക്കുന്നു. മുഖ്യമന്ത്രി ആരാകണമെന്ന് മുതിർന്ന നേതാക്കളുടെ വലിയ ആശയം സംഘർഷങ്ങൾ നടന്നുണ്ട്. അപ്പൊ അവർ തീരുമാനിച്ചു മുഖ്യമന്ത്രി ഭരണം കിട്ടുന്നത്. അറിയില്ല. സാധാരണഗതിയിൽ ഇത് ഒരു വല്ല അത്ഭുതമായി തോന്നുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതാണിത്. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ 4-5 പേരുടെ പേര് വന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വോട്ട് പെട്ടിയിലായി. ഇനി വോട്ട് എണ്ണാൻ വേണ്ടി 4-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ 4-ാം തീയതി വോട്ട് എണ്ണണം, അതിൽ ഭൂരിപക്ഷം വരണം. അത് പിന്നെ ഭൂരിപക്ഷം ഗവർണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണർ അംഗീകരിക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമല്ല ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ഈ കടമ്പകൾ കടന്ന് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് വേണ്ട ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടയടിയാണെങ്കിൽ ഇത് മിക്കവാറും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് മാരത്തോൺ അടിയായിരിക്കും. അതിൻ്റെ ഒരു തർക്കമില്ല. ചുമ്മാ ഓരോരുത്തരും ഇവിടെ നിന്ന് കയറി ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് പോയിട്ട് കേരള ഹൗസിൽ കിടന്ന് ഉറങ്ങുകയാണ്. കേരള ഹൗസിൽ കിടന്ന് നല്ല കൂർക്കം വിളിച്ച് ഉറങ്ങിയിട്ട് പറയാണ് ഞാൻ എൻ്റെ ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇങ്ങനെ ഈ എത്ര രൂപ ചെലവഴിക്കുന്നത്? ഇങ്ങനെ വണ്ടി കയറി പോവുക, അവിടെ ചർച്ച ചെയ്യുക. അവിടെ ചെന്നാൽ പിന്നെ മാഡത്തിനെ കാണാൻ വേണ്ടി പറ്റൂല, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പറ്റൂല. വലിയ പ്രയാസമായിരിക്കും കാണാൻ പറ്റുന്നത്. കാണാൻ പറ്റാത്തവന് എങ്ങനെ റോഡ് കറങ്ങി നടക്കാൻ പറ്റുമോ? കേരള ഹൗസ് കയറി കിടന്ന് ഉറങ്ങും. കേരള ഹൗസ് ആകുമ്പോൾ അവിടെ സൗജന്യം ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ആക്ഷേപം തെക്കൻ കേരളത്തിലൊരു മുഖ്യമന്ത്രി, മധ്യ കേരളത്തിലൊരു മുഖ്യമന്ത്രി, വടക്കൻ കേരളത്തിലൊരു മുഖ്യമന്ത്രി തീരുമാനിച്ചു. ഇതൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് എഴുതിപ്പിക്കുന്നില്ലേ? നല്ല കാശ് കൊണ്ടൊക്കെ എഴുതിപ്പിക്കുകയാണല്ലോ. എന്നിട്ട് ഡൽഹിയിൽ ചെന്നിട്ട് സ്വാതന്ത്ര്യമുള്ള നിങ്ങളോട് പോലുള്ള ആൾക്കാരുടെ വിളിച്ചു പറയും ഞാൻ അവിടെ മാഡമായിട്ട് ചർച്ച ചെയ്ത് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഉടനെ നിങ്ങളൊരു വാർത്ത കൊടുക്കും ഇന്ന ആളിനെ ഏതാണ്ട് ഉറച്ചു കഴിഞ്ഞു. നിങ്ങളോടൊന്ന് ശ്രദ്ധിക്കണം, അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ
ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പുറത്തൊക്കെ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഈ നേതാക്കൾ ചെയ്യുന്നത് തന്നെയാണ്. അല്ല, അതെനിക്കറിയില്ല. ഇത് പിന്നെ പരസ്പരം നല്ല വാശിയോട് നിൽക്കുകയാണ്. ഇപ്പൊ ഇടയ്ക്ക് സുധാകരൻ കുറച്ച് പിന്മാറി, ഇപ്പൊ വീണ്ടും വാശിയോടുകൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ നിയമത്തെ ഈ വോട്ട് ചോർത്തി എന്ന് പറഞ്ഞിട്ട് CPI ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പാളയത്തിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട്. എന്താണ് സാധ്യതയില്ല. സുലോചനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. CPI പുറത്താക്കിയിട്ടുണ്ട്. ആ മേഖലയിലെ വലിയ ശബ്ദ സന്ദേശമൊക്കെ അയച്ചിട്ടുണ്ട്. വോട്ട് കൊടുക്കരുത് ഇടത് സ്ഥാനാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പാർട്ടി തന്നെ നടപടി എടുക്കുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സുലോചനം പറഞ്ഞു വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കാൻ ആൾക്കാരുണ്ടാവുക. അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ അത്രയ്ക്ക് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് നടത്താനേ പാടില്ല. വോട്ട് ചോർച്ച ഭീതിയൊന്നുമില്ല. ഏയ് ചില മാധ്യമങ്ങൾക്കുണ്ടായിരിക്കാം. എല്ലാവർക്കും CPI ആണ് നടപടി എടുക്കുന്നത്. CPIയുടെ തന്നെ രംഗത്തിനല്ല. CPI തന്നെ ചോദിക്കണം. എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഒരാളെ ചോദിക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ചതാണ്. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വെള്ളം കനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിങ്ങുകളെയാണ് വിള്ളലുകളായി ചിലർ തെറ്റായി ചിതറിയിരിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ട്. ഗുണനിലവാരം 100% ഉറപ്പാക്കാതെ ഒരു വീട് പോലും ഞങ്ങൾ ദുരന്ത ബാധിതർക്ക് കൈമാറില്ല. നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് അടുത്ത 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികളുടെ ചുമതല സുതാര്യത ഉറപ്പാക്കുവാൻ വേണ്ടി മൊത്തം തുകയുടെ ഒരു നിശ്ചിത ശതമാനം സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും പരാതികളില്ലെങ്കിൽ മാത്രമേ ഈ തുക അവർക്ക് വിട്ടു കൊടുക്കുകയുള്ളൂ. ഗുണഭോക്താക്കൾ നേരിട്ട് കണ്ട് തൃപ്തി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ താക്കോൽ കൈമാറ്റം നടക്കുകയുള്ളൂ. ഓരോ വീടിനും ഫർണിച്ചർ വാങ്ങാനായി 1 ലക്ഷം രൂപ വീതം വരെ സർക്കാർ അനുവദിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 മാസമായി മുടങ്ങാതെ വാടകയും ആനുകൂല്യങ്ങളും നൽകുന്ന ഈ സർക്കാർ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇവിടെ വിള്ളൽ തെരഞ്ഞ് നടക്കുന്ന കോൺഗ്രസിനോടും യൂത്ത് കോൺഗ്രസിനോടും എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളത്, ഒരു പ്ലാൻ പോലും ഇല്ലാതെ കല്ലിട്ട് പോയ ആ വീടുകൾ എവിടെ? വീട് നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് പണം എവിടെ പോയി, പിരിച്ച പണം എവിടെ പോയി എന്ന് പറയുവാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിരിച്ച പണത്തിന്റെ കണക്ക് പറയാത്തവർ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ ജനങ്ങൾ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യം അവർ ആ കാശ് പിരിച്ച കാശിന്റെ കണക്ക് 5,80,00,000 ആണല്ലോ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നൊരു വിശ്വസിക്കാൻ പറ്റുന്ന കണക്കല്ലല്ലോ. രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ കണക്ക് ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ കണക്കുണ്ട്, കോൺഗ്രസിന്റെ കണക്കുണ്ട്. ഇതെല്ലാം കൂടെ വലിയ നമ്പറാണല്ലോ വീട് നിർമ്മിക്കാൻ പറയുന്നത്. നാണമില്ലേ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ അതിന്റെ ചോർച്ച കാണാൻ വേണ്ടി പോയിരിക്കുന്നു. അന്ന് നേരത്തെ പറഞ്ഞത് ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൗൺസിൽ അവർക്ക് നിശ്ചിതമായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എങ്കിൽ സർക്കാർ ഇടപെടൽ കോടതികളെന്ന് പറയുന്നത് ഏത് വിധത്തിൽ ഇടപെടലാണ് ഉദ്ദേശിച്ചത്? അതല്ല ഈ ആക്ടിൽ പറയുന്നുണ്ട് ഇടപെടാൻ പറ്റുന്ന രൂപത്തിലുള്ള. അതിപ്പോൾ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അതിന് ആക്ട് എടുത്ത് നോക്കിയാൽ മതി, എല്ലാം വിശദമായിട്ട് പറയുന്നു. അവസാനിപ്പിക്കാം.